ഏതൊരു ബിസിനസ് ഓണേഴ്സും സോഷ്യൽ മീഡിയയിൽ അവരുടെ ബിസിനസ്സിനെ പറ്റി, അവരുടെ സർവീസിനെ പറ്റി, അതിന് കൂടുതൽ ലഭിക്കുന്ന ഒരു ഇൻകത്തിനെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ എന്ത് സർവീസാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് കസ്റ്റമർക്ക്, പിന്നെ ഒരുപാട് അതിൻ്റെ വാല്യൂസുകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ചാൽ ഉള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസുകൾ കാണാം. ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിലും, നിങ്ങൾ എന്താ സർവീസ് ബിസിനസ് ആണെങ്കിലും പ്രൊഡക്റ്റ് വെക്കുന്നൊരു ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. പിന്നീട് അത് ഒരു നല്ല ഒരു കോഴ്സാക്കി മാറ്റാനും അതിലൂടെ സാധിക്കും. അത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാക്കി മാറ്റിയാൽ എന്തൊക്കെ ഉപകാരമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റോക്ക് തീരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഡെലിവറി ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടാകും, അതിൽ റിട്ടേൺ വരാനുള്ള സാധ്യതകളും ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതിലൂടെ അൺലിമിറ്റഡ് സെയിൽ, എത്ര ആൾക്കാർക്കും സെയിൽ ചെയ്യാൻ പറ്റും. എത്ര സെയിൽ ചെയ്താലും അത് ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞു പോകില്ല, റിട്ടേൺ വരില്ല. അങ്ങനെ ഒരുപാട് ഉപകാരമുള്ള ഒരു കാര്യമാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. നിങ്ങളൊരു നഴ്സറി ബിസിനസ്സാണ്, പ്ലാന്റിൻ്റെ എല്ലാം സെയിലാണ്, ചെടികൾ, പൂവുകൾ, അതൊക്കെ സെയിലാണ് ചെയ്യുന്നത്, കുറേ വർഷങ്ങളായി ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് നിർമ്മിക്കുക. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ ഒരു ബിസിനസ്, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അതിലെ ഒരു ലാഭമുണ്ട്, എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലാണ് നല്ലൊരു ലാഭത്തിലേക്ക് എത്താൻ സാധിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ട് A to Z കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് ഉണ്ടാക്കാം. അതിന് കോഴ്സിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ നമുക്ക് ദിവസവും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ നല്ല വാല്യൂസ് കൊടുത്തുകൊണ്ട് വീഡിയോസ് സോഷ്യൽ മീഡിയയിലേക്ക് പബ്ലിഷ് ചെയ്യുക. ഇത് പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു താഴെ നിങ്ങളുടെ നമ്പറും കൊടുക്കുക. അതിനുള്ള ആൾക്കാർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം അതിന് എഫേർട്ട് എടുത്തുകൊണ്ട് ചെയ്ത ആ കോഴ്സ് നിങ്ങൾക്ക് എത്ര പേർക്കും വിൽക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വിറ്റുപോയിട്ടില്ലെങ്കിലും നിങ്ങൾ 2-3 മണിക്കൂർ മാത്രമാണ് വേസ്റ്റ് ആകുന്നത്. കാരണം പുതിയ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കെല്ലാം ഒരു പ്ലാന്റിൻ്റെ ബിസിനസ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ചിത്രരചന, മറ്റ് പെയിൻറ്റിങ്, എന്തെങ്കിലും നിങ്ങൾക്കൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ ആ കഴിവ് പഠിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരക്കുന്ന വീഡിയോസുകൾ സോഷ്യൽ മീഡിയയിൽ നൽകി അത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കുക. അതിൻ്റെ എങ്ങനെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അത് ജസ്റ്റ് ഒരു ഫോൺ എടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് ഉണ്ടാക്കാൻ പറ്റും. യൂട്യൂബിൽ തന്നെ പബ്ലിക് അല്ലാത്ത രീതിയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ സ്റ്റുഡൻസിന്, നിങ്ങളുമായി ബന്ധപ്പെടുന്ന, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന അവർക്ക് അയച്ചു കൊടുത്ത് അവരിൽ നിന്നൊരു പേയ്മെൻറ്റ് വാങ്ങാൻ സാധിക്കും. അത് അൺലിമിറ്റഡ് എത്ര ആൾക്കാർക്കും സാധിക്കും. ചെയ്തുകൊണ്ട് എത്ര ആൾക്കാർക്കും അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ ഏത് ബിസിനസ് ആയാലും, നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, സാധാരണ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ ചെയ്യുന്നത്, എൻ്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, വീടുണ്ട്, അല്ലെങ്കിൽ സ്ഥലമുണ്ട്, ഇത്ര ഏക്കർ സ്ഥലമാണ്, ഇതിന് എത്ര വിലയാണ്, അതിലെന്തൊക്കെ ഉണ്ട്, അങ്ങനെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ നിങ്ങളതിൽ പറയുന്ന രീതിയിൽ തന്നെ ഒരു നല്ലൊരു മാറ്റം വരുത്തണം. നിങ്ങളുടെ ഒരു വലിയൊരു ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇമോഷണൽ മിസ്റ്റേക്കും വരാതെ ശരിയായ ലാൻഡിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ സഹായിക്കാം എന്നുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി, നിങ്ങളുടെ മെയിൻ വെബ്സൈറ്റിൽ എഴുതിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേജിൻ്റെ മെയിൻ പേജിൽ നിങ്ങളത് എഴുതി വെച്ചാൽ സാധാരണയുള്ള ഒരു റിയൽ എസ്റ്റേറ്റുകാരനാകട്ടും ഒരു ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് വരും. ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. വേറൊരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് റെസിൻ ആർട്ട് അറിയാം, അത് അല്ലെങ്കിൽ അറിഞ്ഞുകൂടെങ്കിൽ അത് പഠിച്ചുകൊണ്ട് കുറച്ച് വർക്കൊക്കെ ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അത് അൺലിമിറ്റഡായി ചെയ്യാം. അത് നിങ്ങൾക്ക്
സോഷ്യൽ മീഡിയയിൽ ആഡ്സ് ചെയ്തുകൊണ്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു സർവീസ് ചെയ്യുന്നുണ്ട്, കോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആഡുകൾ വന്നിട്ടുണ്ടാകും. ആഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ ആഡ് യൂട്യൂബിൽ ഓൾറെഡി വന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. ആഡ് നമുക്ക് പ്രീമിയം കസ്റ്റമേഴ്സിന് നമുക്ക് വേണമെങ്കിൽ ആഡ് കാണുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് യൂട്യൂബിന് പൈസ കൊടുത്താൽ പിന്നെ നമുക്ക് ആഡ് കാണിക്കില്ല. അങ്ങനെ നല്ല പ്രീമിയം കസ്റ്റമേഴ്സ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇനി ചിലപ്പോൾ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് കാണുമ്പോൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. ആഡ് ബ്ലോക്ക് ചെയ്യുന്നൊരു കാര്യം പ്രീമിയം കസ്റ്റമേഴ്സിനും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമറിലേക്കും എത്താതെ പോകും. അപ്പോൾ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഒന്നുകിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടണം, അല്ലെങ്കിൽ നല്ല പൈസ കൊടുത്തിട്ട് ഇൻഫ്ലുവൻസ് മാർക്കറ്റ് നല്ല വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുകാർക്ക് കൊടുക്കേണ്ടി വരും. അതിനൊക്കെ കുറച്ച് പൈസ ചിലവാകുന്ന കാര്യമാണ്. ഓർഗാനിക് ആയിട്ട് അൺലിമിറ്റഡ് ആയി നിങ്ങൾക്ക് വ്യൂസ് വരണമെങ്കിൽ, നിങ്ങൾക്ക് കസ്റ്റമറിനെ വരണമെങ്കിൽ നല്ല വാല്യൂസ് കൊടുത്തുകൊണ്ട് കൺസിസ്റ്റൻസ് ആയി നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് പോസ്റ്റ് ഇടുക. അതിലുള്ള വാല്യൂസുകൾ, കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതൊക്കെ പറഞ്ഞുകൊണ്ട് ദിവസവും നിങ്ങൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമറിലേക്ക് എത്താനും വർക്ക് ചെയ്യുന്നതിലൊരു നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടാനും അത് സാധിക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ആവശ്യമുള്ള സ്ഥലത്തൊക്കെ പോകാനും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫ്രീ ആയിട്ട് കൊണ്ട് ബിസിനസ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊണ്ട് നിൽക്കാനൊക്കെ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിലൂടെ സാധിക്കും. ഏത് ബിസിനസ് ആയാലും നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മാറുകയില്ല. കാരണം ഇപ്പോൾ ബിസിനസ്സിനെ പറ്റി യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണ് ബിസിനസ്സിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങളുടെ വീഡിയോസ് എടുത്തുകൊണ്ട് ജെന്യുവിനിറ്റി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. കാരണം നിങ്ങളത് ദിവസം ചെയ്യുന്നതിൻ്റെ പ്രോബ്ലംസ് കൃത്യമായി നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു നല്ലൊരു വിശ്വാസം നിങ്ങളിൽ എത്തുകയും നിങ്ങളിൽ നിന്ന് ആ കോഴ്സ് വാങ്ങാനും നിങ്ങളിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങാനും അത് നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ലൈഫ് ടൈമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് ടൈമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ള ബിസിനസ്സുകാരുമായി ബന്ധപ്പെടാനും അവരുടെ ഐഡിയകൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും എല്ലാം സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എങ്ങനെ കൃത്യമായി ബിസിനസ് ചെയ്യണം, AI എങ്ങനെ കൃത്യമായി നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്താം, കണ്ടന്റിന് വേണ്ടി വീഡിയോ സ്ക്രിപ്റ്റിന്, ഡിസ്ക്രിപ്ഷന്, ടൈറ്റിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും AI കൃത്യമായി എങ്ങനെ ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു കോഴ്സാണ് ഞാൻ അതിൽ നൽകുന്നത്. ഇപ്പോഴാണ് നിങ്ങൾ ചേരുകയാണ്, ചെറിയൊരു ചാർജ് മാത്രമേ ഉള്ളൂ. കൂടുതൽ കണ്ടന്റ് ഇനിയും വർദ്ധിക്കുമ്പോൾ അതിന് ചിലപ്പോൾ ചാർജ് കൂടിയേക്കാം. ഞാനൊരു 10 days വീഡിയോ ചലഞ്ചും അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോസിൽ നല്ലൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് എങ്ങനെ നല്ലൊരു കോൺഫിഡൻസിലേക്ക് എത്താമെന്ന് നിങ്ങൾക്ക് ചെയ്യുന്നതിലൂടെ നല്ലൊരു കോൺഫിഡൻസിലേക്ക് എത്താൻ സാധിക്കും. 10 വർഷത്തേക്കുള്ള കണ്ടന്റ് എങ്ങനെ ഒരു ദിവസം കൊണ്ട്, ഒരു 5-8 മണിക്കൂർ കൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യവും മറ്റു ബിസിനസ് സംബന്ധമായ എന്തൊക്കെ മാർക്കറ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള ഒരു വിശാലമായ ഒരു കോഴ്സ് തന്നെയാണത്. ആ കോഴ്സിൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു കമ്മ്യൂണിറ്റി VIP ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ചേർക്കുന്നുണ്ടാകും. അതിലുള്ളവരെല്ലാവരും ബിസിനസ് സംബന്ധമായ ആൾക്കാരായിരിക്കും. എഡിറ്റിംഗ് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ എഡിറ്റിംഗ് വർക്കുകൾ കൊടുക്കാൻ പറ്റും, ചർച്ച ചെയ്യാൻ പറ്റും. ഒരു ലൈഫ് ടൈം കമ്മ്യൂണിറ്റിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നൊരുപാട് ബിസിനസ്സുകാർ വളരെ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് കൃത്യമായി ബിസിനസ് ഓരോ മാസവും ലഭിക്കുന്നില്ല. ഒരു ദിവസം ഉണ്ടാകും, മറ്റൊരു ദിവസം ബിസിനസ് ഉണ്ടാവില്ല. പക്ഷേ നല്ലൊരു കമ്മ്യൂണിറ്റി നല്ലൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ സാധിച്ചാൽ
വീഡിയോസിലൂടെ ദിവസവും യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിലെല്ലാം കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ നല്ലൊരു മാറ്റമായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിനും ഉണ്ടാകുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മറ്റു നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.